അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ITBP ടെൻഡർ എടുക്കുന്ന ഡേറ്റ് വീണ്ടും നീട്ടിയിട്ടുണ്ട്. 26/6/2024 വരെ ആക്കിയിട്ടുണ്ട്. 19/6/2024 ആയിരുന്നു ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന ടെൻഡർ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 19/6/2024 ആയിരുന്നു. അത് നീട്ടി 26/6/2024 ഇപ്പോൾ വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഡേറ്റിലും റിസൾട്ട് വന്നിട്ടില്ല നിങ്ങൾ എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 19/6/2024 അല്ലേ ലാസ്റ്റ് ഡേറ്റ്, എന്തുകൊണ്ടാണ് ഇനിയും റിസൾട്ട് വരാത്തതെന്നുള്ള കാര്യം. സോ ടെൻഡറിൻ്റെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 26 ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് റിസൾട്ടിനെ ബാധിക്കുമോ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ടെൻഡർ നീട്ടുമ്പോൾ സാധാരണ റിസൾട്ടും അതിൻ്റെ കൂടെ പോകേണ്ടതാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള അപ്ഡേറ്റ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ മറ്റൊരു വശത്തുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ടെൻഡർ ഫിക്സ് ആവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ITBP ഫിസിക്കൽ നടത്താൻ ഒരു ടീമിനെ ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ജൂലൈയിൽ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ മാസം ലാസ്റ്റ്, അതായത് ജൂൺ മാസം ലാസ്റ്റ് നമുക്ക് റിസൾട്ട് വന്നാൽ തന്നെ ഏകദേശം ജൂലൈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമായിട്ടുള്ള ഓഗസ്റ്റിലോ ആയിരിക്കും നമുക്ക് ഫിസിക്കൽ നടത്താനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അതായത് അടുത്ത മാസം ഫിസിക്കൽ നടത്താനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം ഈ ഒരു ടെൻഡർ ഏറ്റെടുക്കണം, റിസൾട്ട് റിലീസ് ചെയ്യണം. റിസൾട്ട് റിലീസ് ചെയ്താൽ എന്തായാലും 20 to 25 ഡേയ്സിൻ്റെ അടുത്തൊക്കെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫിസിക്കലിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ഗ്യാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ജൂലൈ അവസാനത്തോടു കൂടി വേണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് പ്രതീക്ഷിക്കാം. ടെൻഡർ എന്തായാലും നീട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ITBPൻ്റെ ടെൻഡർ നീട്ടിയത് കൊണ്ടാണ് നമുക്ക് വേക്കൻസി ഇങ്ങനെ ഇൻക്രീസ് ആയി ലഭിച്ചിട്ടുള്ളത്. ITBP ആദ്യമേ ഒരു ടീമിനെ റെഡിയാക്കിയിട്ട് ഫിസിക്കൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലുള്ളൊരു വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഒരു കണക്കിന് ഇങ്ങനെ ടെൻഡർ നീട്ടിപ്പോയത് നന്നായി എന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട്. കാരണം ലിസ്റ്റിൽ പെടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ വരെ അവർക്ക് മറ്റൊരു പ്രതീക്ഷയുടെ വെളിച്ചം നൽകിയിട്ടാണ് ഈ ഒരു വേക്കൻസിൻ്റെ ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 26,000 അടുത്തായിരുന്നു ടോട്ടൽ വേക്കൻസി ഉണ്ടായിരുന്നത്. അത് ഏകദേശം നമ്മുടെ 40,000 കൂടുതൽ 46,000 അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ചെയ്ത സമയത്ത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 2 തവണകളിലായിട്ടായിരുന്നു അപ്ഡേറ്റ് ആയത് വേക്കൻസി. അങ്ങനെയാണ് 50,000 മുകളിൽ 50K മുകളിലായിട്ട് നമുക്ക് ഈ ഒരു വേക്കൻസി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു തവണയും നമുക്ക് 2 തവണകളിലായിട്ട് വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ അത് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഒരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടെൻഡർ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ITBP 26-ന് മുൻഭാഗമാണ് ഇതിൻ്റെ ടെൻഡർ കോൺട്രാക്റ്റ് ഫിസിക്കൽ നടത്താമെന്നുള്ളത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റിലെങ്കിലും ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ റിസൾട്ടിൻ്റെ കാര്യം, അത് റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് അനൗദ്യോഗികമായിട്ടുള്ള പല സോഴ്സിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. ഒഫീഷ്യലായിട്ട് ഇതുപോലുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ടെൻഡർ നീട്ടിയിട്ടുണ്ട്. ടെൻഡർ ഏകദേശം 26/6/2024 വരെ ആക്കിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക.